നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ജൂലൈ 21 തിങ്കൾ. യൂത്ത് കോൺഗ്രസുകാർ ആംബുലൻസ് തടഞ്ഞു. ആദിവാസി യുവാവ് ചികിത്സ വൈകി മരിച്ചു. വിതുരയിലാണ് കൊടും ക്രൂരത. ബന്ധുക്കൾ കേണപേക്ഷിച്ചിട്ടും ദയ കാട്ടിയില്ല. വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെന്ന് തെളിവ് നൽകിയിട്ടും സമരാഭാസം. കേസെടുത്തു. രോഗിയുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പുറപ്പെട്ട ആംബുലൻസ് യൂത്ത് കോൺഗ്രസുകാർ ആംബുലൻസ് തടഞ്ഞതിനാൽ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയ ആദിവാസി യുവാവ് ചികിത്സ കിട്ടാതെ ദാരുണമായി മരിച്ചു. വിതുര കല്ലൻകുടി ആര്യഭവനിൽ ബിനു 44 മരിച്ചത്. ശനിയാഴ്ച പകലാണ് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത അരങ്ങേറിയത്. ശനി പകൽ 2:30 ആസിഡ് ഒളിച്ചെന്ന നിലയിൽ ബിനുവിനെ വിതുര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആംബുലൻസിൽ അടിയന്തരമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങവെയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് തടഞ്ഞത്. വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ലെന്നാരോപിച്ചായിരുന്നു ജീവൻ വെച്ചുള്ള മനുഷ്യത്വരഹിതമായ ക്രൂരത. വാഹനത്തിൽ അത്യാസന്ന നിലയിലുള്ള രോഗിയുണ്ടെന്നും തടയരുതെന്നും ബിനുവിൻ്റെ ബന്ധുക്കൾ കേണപേക്ഷിച്ചിട്ടും യൂത്ത് കോൺഗ്രസുകാർ കരുണ കാട്ടിയില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PS അജീഷ് നാഥ്, ജനറൽ സെക്രട്ടറി ലാൽ റോഷൻ, പഞ്ചായത്ത് അംഗം വിഷ്ണു ആനപ്പാറ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്രൂരത. അന്തരിച്ച ബിനു. ബിനുവിൻ്റെ മരണവാർത്തയറിഞ്ഞ് പൊട്ടിക്കരയുന്ന മകൾ ആര്യ. സർക്കാർ ഞങ്ങൾക്കൊപ്പമുണ്ട്, ഇനിയും കൂടെ ഉണ്ടാവും. പടിഞ്ഞാറെ കല്ലട. സർക്കാർ ഇതുവരെ ഞങ്ങൾക്കൊപ്പമുണ്ട്, ഇനിയും കൂടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നടപടികളിൽ തൃപ്തിയുണ്ട്. മന്ത്രിമാർ ഒപ്പം നിന്നു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഞായറാഴ്ച രാവിലെയും വിളിച്ചിരുന്നു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ അച്ഛൻ പടിഞ്ഞാറെ കല്ലട വലിയപാടം വനഭവനിൽ M മനോജിൻ്റെ വാക്കുകളിൽ ആത്മവിശ്വാസം. ഞങ്ങൾക്ക് നഷ്ടമായത് മകനെയാണ്. അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. സർക്കാർ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. KSEB 5 ലക്ഷം രൂപ തന്നു. വീട് വെച്ച് തരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, മനോജ് പറഞ്ഞു. മോൻ്റെ ഓർമ്മകൾക്കൊപ്പം ജീവിക്കണം. ഇളയവനെ നല്ല നിലയിൽ പഠിപ്പിക്കാൻ സർക്കാർ സഹായം വേണം. ആശ്വസിപ്പിച്ച എല്ലാവരോടും നന്ദിയുണ്ട്, മിഥുൻ്റെ അമ്മ സുജ പറഞ്ഞു. സ്കൂൾ മാനേജ്മെൻറ്റ് 10 ലക്ഷം നൽകും. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകാൻ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിച്ചു. AG's ഓഫീസിൽ 22,000 അക്കൗണ്ടന്റ് തസ്തിക വിരമിച്ചവർക്ക്. യുവജനദ്രോഹ സർക്കുലറുമായി കേന്ദ്ര സർക്കാർ. വിരമിച്ചവർക്ക് നിയമനം ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ. ഒഴിവുള്ള 56,000 തസ്തികകളിൽ നിയമനമില്ല. റെയിൽവേയിൽ 3.25 ലക്ഷം ഒഴിവുകൾ. കേരളത്തിലെ 5 AG's ഓഫീസുകളിൽ 1,323 തസ്തികകളിൽ 787 ഒഴിഞ്ഞുകിടക്കുന്നു. വിരമിച്ചവരെ വീണ്ടും ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ. AG's ഓഫീസിൽ 22,000 അക്കൗണ്ടൻസ് തസ്തികയെ വിരമിച്ചവർക്ക് വീണ്ടും നൽകുന്നു. വിരമിച്ചവർക്ക് പുനർനിയമനം ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ. ഒഴിവുള്ള 56,000 തസ്തികകളിൽ നിയമനമില്ല. റെയിൽവേയിൽ 3.25 ലക്ഷം ഒഴിവുകൾ. കേരളത്തിലെ 5 AG's ഓഫീസുകളിൽ 1,323 തസ്തികകളിൽ 787 ഒഴിഞ്ഞുകിടക്കുന്നു. വിരമിച്ചവരെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ അക്കൗണ്ടന്റ് തസ്തികയിൽ പുനർനിയമിക്കാൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ സർക്കുലർ. പുതിയ തസ്തികകൾ സൃഷ്ടിച്ചും ഒഴിവുകളിൽ ഉടൻ നിയമനം നടത്തിയും കേരള സർക്കാർ ഉദ്യോഗാർത്ഥികളോട് അനുകൂല സമീപനമെടുക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ യുവജന വിരുദ്ധ നിലപാട്. രാജ്യത്താകെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ 22,000-ലേറെ
തസ്തികകളിൽ പുതിയ നിയമനം ഇല്ലാതാകും. വിവിധ വകുപ്പുകളിലായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ 12 ലക്ഷം ഒഴിവുണ്ട്. റെയിൽവേയിലാണ് കൂടുതൽ, 3.25 ലക്ഷം. ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ 56,000. ഓഫീസ് പ്രവർത്തനം താളം തെറ്റിക്കിടക്കുമ്പോഴാണ് 22,000-ലേറെ തസ്തികയിൽ വിരമിച്ചവർക്ക് പുനർനിയമനം നൽകുന്നത്. സീനിയർ അക്കൗണ്ട് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ തസ്തികകളിലെ ഒഴിവുകളിൽ 10% വിരമിച്ചവരെയോ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെയോ കൺസൾട്ടന്റായി നിയമിക്കാമെന്ന് സർക്കുലർ നേരത്തെയുണ്ട്. ബാക്കി 90% കേന്ദ്ര സർക്കാർ ഒഴിവുകളിലേക്ക് നിയമനം നടത്താതെ വിരമിച്ചവരെ വീണ്ടും അതേ തസ്തികയിൽ തുടർന്നും അവരെ നിലനിർത്തുന്നത് കാണുമ്പോൾ കേരളത്തിൽ ഒരു സർക്കാർ ഒറ്റ രാത്രി കൊണ്ട് അവസാനത്തെ ഒഴിവുകാരനും ഒരു ജോലി കിട്ടാൻ വേണ്ടി മാതൃകയായ പ്രവർത്തനമാണ് കേരളം നടത്തിയത്. രാത്രി 11:49 മിഷൻ സക്സസ്. നോക്കണം, രാത്രിയിലും PSCയിലിരുന്ന് ആൾക്കാർ ജോലി ചെയ്ത് ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ജോലി ചെയ്തവരാണ്. കേന്ദ്ര സർക്കാരാണെങ്കിലോ ഒഴിവുകൾ ഒഴിച്ചിട്ടുകൊണ്ട് റിട്ടയർ ആയവരെ വീണ്ടും അവരെ സർവീസിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നു. പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷം. വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങും. തിങ്കളാഴ്ച തുടങ്ങുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർണായക വിഷയങ്ങളിൽ വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷം. പഹൽഗാം ഭീകരാക്രമണത്തിന് വഴിയൊരുക്കിയ സുരക്ഷാ വീഴ്ച, ഓപ്പറേഷൻ സിന്ദൂർ, ബീഹാറിലെ വോട്ടർ പട്ടിക പുനഃപരിശോധന ക്രമക്കേടുകൾ, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ ദുരൂഹതകൾ, വിദേശ നയത്തിലെ ഗുരുതര വ്യതിയാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമന്ത്രി തന്നെ വിശദീകരിക്കണമെന്നാണ് ആവശ്യം. ഗാസയിൽ വീണ്ടും ഇസ്രയേലിന്റെ കൂട്ടക്കൊല. ഭക്ഷണം തേടിയെത്തിയ 73 പേരെ കൊന്നു. ഈ യുദ്ധമൃഗീയത നിർത്തൂ, ലിയോ 14 മാർപ്പാപ്പ. ഗാസയിലെ സഹായ വിതരണ കേന്ദ്രങ്ങളിൽ ഇസ്രയേലി സൈന്യത്തിന്റെ കൂട്ടക്കൊല തുടരുന്നു. ഭക്ഷണം തേടിയെത്തിയ 73 പാലസ്തീൻകാരെ ഞായറാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ കൊലപ്പെടുത്തി. ഇസ്രയേലുമായുള്ള സ്കീം ക്രോസിംഗിലൂടെ വടക്കൻ ഗാസയിലെ സഹായ കേന്ദ്രത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് 67 പേർ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ 150-ലധികം പേരിൽ പലരുടെ നില ഗുരുതരമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കരുത് CPIM. SNDP മതനിരപേക്ഷ നിലപാടുകളുമായാണ് മുന്നോട്ടു പോകേണ്ടത്. മതനിരപേക്ഷ സമൂഹത്തിലെ എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസികളല്ലാത്തവർക്കും ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാനാകും. കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മതങ്ങളുടെ സാരം ഏകമാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള നിലപാടുകളുമായാണ് മുന്നോട്ട് പോകേണ്ടത്. ഏത് ജനവിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങൾ ആർക്കും അവതരിപ്പിക്കാം, എന്നാൽ അത് മതവൈര്യമുണ്ടാക്കുന്ന തരത്തിലാവരുത്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ LDF സർക്കാർ ബദൽ നയങ്ങൾ ഉയർത്തി മുന്നോട്ട് പോവുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിക്കുന്ന അവശതകൾ പരിഹരിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് പ്രവർത്തനം. സാമൂഹ്യ നീതിയും മതനിരപേക്ഷതയും ആ നയത്തിന്റെ അടിസ്ഥാനവുമാണ്. മതനിരപേക്ഷത സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ CPIM കാണുന്നത്. മതനിരപേക്ഷ സമൂഹത്തിലെ എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസികളല്ലാത്തവർക്കും ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാനാകും. എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയും ന്യായമായത് പരിഹരിക്കുകയും എന്നതാണ് സർക്കാർ നിലപാട്. അതിദാരിദ്ര്യം പരിഹരിക്കുന്നതും മിഷനുകളും ക്ഷേമ പദ്ധതികളുമൊക്കെ പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനാണ്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് വലിയ സംഭാവന നൽകി. അത്തരം പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച് സാമൂഹ്യനീതിയുടെ പ്രശ്നത്തെ ഉൾക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത്. അതോടൊപ്പം പാവപ്പെട്ട ജനതയുടെ ജീവിതം സംരക്ഷിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. അവശ്യ ജനവിഭാഗത്തോടൊപ്പം നിന്ന് നടത്തിയ പ്രവർത്തനങ്ങളാണ് പാർട്ടിയെ അടിത്തറ വിപുലപ്പെടുത്തിയത്. വൻകിട കോർപ്പറേറ്റുകളുടെ നയങ്ങൾ സാധാരണ ജനങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെതിരായ പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്താനാണ് വർഗീയതയെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പിന്തുണയ്ക്കുന്നത്.
സമൂഹത്തെ വർഗീയവൽക്കരിക്കുക എന്നത് കോർപ്പറേറ്റ് താല്പര്യം കൂടിയാണ്. എല്ലാത്തരം വർഗീയതകളെയും ചെറുത്ത് നിന്ന് കേരളത്തിൻ്റെ മതനിരപേക്ഷത നിലനിർത്താനാവൂ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. സ്കൂൾ ഉച്ചഭക്ഷണം എങ്ങനെയുണ്ട് കുട്ടികൾ പറയട്ടെ. ആഗസ്റ്റ് 1 മുതലാണ് പരിഷ്കരിച്ച മെനു പ്രകാരം ഭക്ഷണം നൽകുക. അഭിപ്രായം രജിസ്റ്ററിൽ രേഖപ്പെടുത്തും. പരിഷ്കരിച്ച മെനു സ്കൂൾ നോട്ടീസ് ബോർഡിലും ഓഫീസ് മുറിയുടെയും പാചകപ്പുരയിലും പ്രദർശിപ്പിക്കും. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ പാഠപുസ്തക ക്ഷാമം പരിഹരിക്കണം. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അധ്യയനം ആരംഭിച്ച് 4 മാസമായിട്ടും വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ നൽകാൻ NCERT അടിയന്തരമായി ഇടപെടണമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ 5, 8 ക്ലാസ്സുള്ള വിദ്യാർത്ഥികൾക്കാണ് പാഠപുസ്തകം ലഭിക്കാത്തത്. ആദ്യപാദ പരീക്ഷകൾക്ക് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. വേടന്റെയും ഗൗരിലക്ഷ്മിയുടെയും പാട്ട് നീക്കുന്നത് പ്രതിഷേധാർഹം. കാലിക്കറ്റ് സർവകലാശാലയിലെ പാഠ്യപദ്ധതിയിൽ നിന്ന് വേടൻ, ഗൗരിലക്ഷ്മി എന്നിവരുടെ റാപ്പ് ഗാനങ്ങൾ ഒഴിവാക്കാനുള്ള നീക്കം വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്ന് മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞു. കിടക്കുന്നു. യൂത്ത് കോൺഗ്രസ് മുണ്ടക്കൈ ഫണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനായി ദൂർത്തടിച്ചെന്ന് ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ തുക വകമാറ്റിയെന്ന് ആക്ഷേപം. കണക്ക് പുറത്തു വിടുന്നില്ല. അന്ന് ഇവന്മാര് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി പാലക്കാട് ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച തുക രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ നേതൃത്വത്തിൽ വകമാറ്റിയെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ. പിരിച്ച തുക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനായി ദൂർത്തടിച്ചെന്നാണ് ആരോപണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയായ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് വൻ തുക വെട്ടിച്ചത്. നാട്ടുകാരിൽ നിന്നും ബിരിയാണി ചലഞ്ചിലൂടെയുമാണ് തുക പിരിച്ചത്. അതിന്റെ കണക്ക് പുറത്തുവിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുന്നില്ലെന്നും പ്രവർത്തകർ ആരോപിച്ചു. സ്വകാര്യ മേഖലയ്ക്ക് ലാഭം കൊയ്യാൻ കളമൊരുക്കി കേന്ദ്രം. 4Gയിൽ കറങ്ങി BSNL. കാര്യക്ഷമമല്ലാത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള 4G സേവനം BSNLന്റെ നട്ടെല്ലൊടിക്കുന്നു. സ്വകാര്യ ടെലികോം കമ്പനികൾ മികച്ച സാങ്കേതിക വിദ്യയിൽ 5G ഉൾപ്പെടെ നൽകുമ്പോൾ BSNLനെ ബോധപൂർവം തകർക്കാൻ ഇടയാക്കുന്നതാണ് കേന്ദ്ര നയം. സാങ്കേതിക സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി. VCയും രജിസ്ട്രാറും ഇല്ല. സർട്ടിഫിക്കറ്റ് നീക്കം നിലച്ചു. 4878 ബിരുദ സർട്ടിഫിക്കറ്റാണ് VCയുടെ ഒപ്പ് കാത്തുകിടക്കുന്നത്. താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിരുത്തരവാദ നിലപാടിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വിദ്യാർത്ഥിയുടെ ഭാവി ആശങ്കയിൽ. 4878 ബിരുദ സർട്ടിഫിക്കറ്റാണ് VCയുടെ ഒപ്പ് കാത്തുകിടക്കുന്നത്. VC ഇല്ലാത്തതിനാൽ സർട്ടിഫിക്കറ്റ് അപേക്ഷ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചു. തൽസ്ഥിതി തുടർന്നാൽ ബിരുദം പൂർത്തിയാക്കിയവരുടെ തുടർ പഠനവും ജോലി സാധ്യതയും വഴിമുട്ടും. ക്ലാപ്പനയിൽ 90.8 ലക്ഷത്തിന്റെ വെട്ടിപ്പ്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ്. ഇവർക്ക് ഇത് തന്നെയോ പണി. പ്രതികളിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും. ഭയങ്കരമാണല്ലോ. കരുനാഗപ്പള്ളി കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ക്ലാപ്പന അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ Q1558 നിക്ഷേപകരുടെ പണം തട്ടിയെടുത്തെന്ന പരാതിയിൽ സൊസൈറ്റി ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു. 90.8 ലക്ഷം തട്ടിയ സംഭവത്തിൽ കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ 14 പേർക്കെതിരെയാണ് ഓച്ചിറ പോലീസ് കേസെടുത്തത്. ഭരണം ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇതുപോലെ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നറിയോ. മറ്റൊരു പിടി. പോളണ്ടിൽ ജോലി വാഗ്ദാനം ചെയ്തതായിരുന്നു തട്ടിപ്പ്. 22 ലക്ഷം തട്ടിയ BJP-കാരൻ പിടിയിൽ. പോളണ്ടിനെ കുറിച്ച് ഇവിടെ പറയുകയും ചെയ്യും. പോളണ്ടിന്റെ പേരിൽ ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് കാശ് തട്ടിക്കുകയും ചെയ്യും. സ്ത്രീ പീഡന കേസിലും മറ്റ് സാമ്പത്തിക തട്ടിപ്പ് കേസിലും പ്രതിയാണ് ഈ BJP-കാരൻ. BJP എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആണല്ലോ. സംഖ്യയാണ്. സ്വയം സേവകൻ സ്വയം അടിച്ചു മാറ്റും.
പോളണ്ടിൽ ജോലി വാഗ്ദാനം ചെയ്ത് 9 പേരിൽ നിന്ന് 22 ലക്ഷം രൂപ തട്ടിയ കേസിൽ ബ്രിട്ടീഷ് പൗരത്വമുള്ള ചങ്ങനാശ്ശേരി സ്വദേശി പിടിയിൽ. ഇയാൾ ബി.ജെ.പി പ്രവർത്തകനാണ്. ബ്രിട്ടനിലെ കൺസൾട്ടിംഗ് സ്ഥാപനം വഴി പണം തട്ടിയ ചങ്ങനാശ്ശേരി കുറിച്ചി കല്ലുമാടിക്കൽ വീട്ടിൽ ലക്സൺ എഫ്. അഗസ്റ്റിനാണ് 45 വയസ്സുള്ള സൗത്ത് പോലീസിന്റെ പിടിയിലായത്. ദേശാഭിമാനി എഡിറ്റോറിയൽ. നിയമനങ്ങളിലെ കേരള മാതൃക. നമ്മളിന്ന് ജീവിക്കുന്ന കേരളത്തിൽ എല്ലാ മേഖലയിലും ജനകീയ സർക്കാരിൻ്റെ കരുതലോടെയുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ട് ത്യാഗസന്നദ്ധമായ സമത്വ സ്നേഹത്തിലൂന്നിയ പ്രവർത്തനങ്ങളിലൂടെ ആധുനിക കേരള നിർമ്മാണത്തിൻ്റെ ദൃഢമായ പാതയിലൂടെ നാം മുന്നേറുകയാണ്. ആരോഗ്യ, വിദ്യാഭ്യാസ, വ്യവസായ രംഗങ്ങളിലെല്ലാം വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇച്ഛാശക്തിയും ഭരണമികവും ദീർഘവീക്ഷണവുമുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ വലിയ സാമൂഹ്യ മാറ്റങ്ങൾ സാധ്യമാണെന്ന് കേരളം ഇന്ത്യക്കാകെ കാണിച്ചു കൊടുക്കുന്നു. എത്രയെത്ര മേഖലകളിൽ കേരളം ഒന്നാമതാണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഏജൻസികൾ തന്നെ അംഗീകരിച്ചിരിക്കുന്നു. അതെ, ഏറ്റവും ഉജ്ജ്വലമായ, സാർവത്രികവും മൗലികവുമായ മാറ്റങ്ങളുടെ കാലത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ഇത്തരത്തിലുള്ള കേരള മാതൃക വെളിപ്പെടുത്തുന്നതാണ് PSC നിയമനം സംബന്ധിച്ച ആധികാരികവും വസ്തുതാപരവുമായ കണക്കുകളുടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച മുഖ്യ വാർത്ത. UPSC കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്നത് കേരളത്തിലാണ്. 2016 പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ 2,87,995 നിയമന ശുപാർശകൾ PSCക്ക് നൽകി. ഇക്കൊല്ലം ഇതിനകം 18,964 പേർക്കും 2024 34,194 പേർക്കും 2023 34,110 പേർക്കും നിയമനം നൽകി. കേന്ദ്ര സർവീസുകളിലും റെയിൽവേയിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ആയിരക്കണക്കിന് തസ്തികകൾ നികത്താതെ ഇടുമ്പോഴാണ് ഇവിടെ ഒഴിവുകൾ. സാമ്പത്തിക സാമൂഹ്യ വികസനത്തിൻ്റെ അനേക മേഖലകളിലെന്ന പോലെ PSC നിയമനത്തിലും കേരളം ഒന്നാമതാണെന്ന് വ്യക്തമാക്കുന്നതാണ് മുകളിൽ ചൂണ്ടിക്കാട്ടിയ വസ്തുക്കൾ. ഭരണഘടനാനുസൃതമായ എല്ലാ പൊതു നിയമനങ്ങളും PSC വഴി നടക്കണമെന്ന LDF സർക്കാരിൻ്റെ കൃത്യമായ നിലപാടാണ് കേരളത്തിൽ നിയമനം നല്ല നിലയിൽ നടക്കാൻ സാഹചര്യം ഒരുക്കുന്നത്. കടൽ മണൽ ഖനനം വിദേശ കുത്തകകൾക്ക് വഴിയൊരുക്കി കേന്ദ്രം. വിദേശ കമ്പനികൾക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ വഴിയൊരുക്കി കേന്ദ്ര സർക്കാർ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് കേരളം വീണ്ടും ആവശ്യപ്പെടും. കേരളത്തിൻ്റെ എതിർപ്പ് അവഗണിച്ച് മത്സ്യസമ്പത്തിനും ആഴക്കടൽ ജൈവ വൈവിധ്യത്തിനും ആഘാതമേൽപ്പിക്കുന്ന കടൽ മണൽ ഖനനത്തിന് നീങ്ങുന്ന കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയ്ക്കും വിദേശ കുത്തകൾക്കും പരവതാനി വിരിക്കുന്നു. സത്യാവസ്ഥ കർണാടക സർക്കാർ പുറത്തു കൊണ്ടുവരണം. മഹിളാ അസോസിയേഷൻ. ധർമ്മസ്ഥല സ്ത്രീകളുടെ കൂട്ടക്കൊല. പുതിയ വെളിപ്പെടുത്തലുകൾക്ക് ശേഷവും കോൺഗ്രസ് സർക്കാർ നിസ്സംഗത തുടരുകയാണ്. ധർമ്മസ്ഥലയിലെ മരണങ്ങളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ കർണാടക സർക്കാർ തയ്യാറാകണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. 2012-13 മഹിളാ അസോസിയേഷൻ കർണാടക സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്ന് രാജ്യസഭാ MP ആയിരുന്ന TN സീമ ഉൾപ്പെടെ ജീവനെടുത്ത സമരാഭാസം. കാലുപിടിച്ച് കരഞ്ഞു, എന്നിട്ടും മുന്നിൽ നിന്ന് മാറിയില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് 8 കിലോമീറ്റർ അകലെയുള്ള വിതുര താലൂക്ക് ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയിലാണ് ബിനുവിനെ കൊണ്ടുവന്നത്. ആരോഗ്യനില മോശമായതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉടൻ രോഗിയെ എത്തിക്കണമെന്ന് ബന്ധുക്കളോട് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു. 108 ആംബുലൻസ് വിളിച്ചു കൊടുക്കുന്നത് ആശുപത്രിയിൽ നിന്നാണ്. ആംബുലൻസിലേക്ക് രോഗിയെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് കൊടി പിടിച്ച് മുന്നിൽ നിന്ന് 15ഓളം യൂത്ത് കോൺഗ്രസുകാർ വാഹനം തടയുന്നത്. ജില്ലാ സെക്രട്ടറി PS അജീഷ് നാഥ്, ജനറൽ സെക്രട്ടറി ലാൽ റോഷിൻ, വിതുര പഞ്ചായത്ത് അംഗം വിഷ്ണു ആനപ്പാറ, മേമല അൻസർ, വിനീത് MV നിതിൻ, പാർവതി, വിനോദ്, EM നസീർ, സുദർശൻ, അരുൺ, ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് തടഞ്ഞത്. വാഹനത്തിന് ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ല, ടയർ തേഞ്ഞതാണ് എന്നിങ്ങനെ ആരോപിച്ചായിരുന്നു മരണത്തോട് മല്ലടിക്കുമ്പോഴും രോഗിയെ കൊണ്ടുപോകാൻ അനുവദിക്കാതെ ആംബുലൻസിന് കുറുകെ നിന്നത്. മുദ്രാവാക്യം വിളിച്ചും അലമുറയിട്ടവർ ബന്ധുക്കളുടെ വിലാപങ്ങൾക്ക് ചെവി കൊടുത്തില്ല. ദയവായി വാഹനം കടത്തിവിടൂ എന്ന് അപേക്ഷിച്ച ആംബുലൻസ് ജീവനക്കാരെ തെറി വിളിച്ചു. രോഗിയുടെ വെപ്രാളം കണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക്, കടത്തിവിട്ടില്ലെങ്കിൽ ഇയാൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞ വിതുര ആശുപത്രി നേഴ്സ് സൗമ്യയെ അധിക്ഷേപിച്ചു. ആക്രോശിച്ചും ബഹളം വെച്ചും ആശുപത്രി വളപ്പിൽ മറ്റ് രോഗികൾക്ക് കൂടി ബുദ്ധിമുട്ട് സൃഷ്ടിച്ചവരെ ചോദ്യം ചെയ്ത രോഗികളെയും അസഭ്യം പറഞ്ഞു.
കാല് പിടിച്ച് കരഞ്ഞു. എന്നിട്ടും മുന്നിൽ നിന്ന് മാറിയില്ല. കാല് പിടിച്ച് കരഞ്ഞിട്ടും സമരക്കാർ ആംബുലൻസിന് മുന്നിൽ നിന്ന് മാറാൻ തയ്യാറായില്ല. അരമണിക്കൂർ മുമ്പേ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടറും പറഞ്ഞെന്ന് ബിനുവിനെ ആശുപത്രിയിൽ എത്തിച്ച ബന്ധു വിമൽ. വെറുതെയുള്ള സമരമായിരുന്നു. ആശുപത്രിയിലെത്തിയ രോഗികളും കൂട്ടിരിപ്പുകാരുമെല്ലാം രോഗിയെ കൊണ്ടുപോകാൻ ആംബുലൻസിന് മുന്നിൽ നിന്ന് മാറണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും അവർ കേട്ടില്ല. 108 ആംബുലൻസ് വിളിച്ചു തന്നത് ഡോക്ടർമാരാണ്. ഇതിലേക്ക് ബിനുവിനെ കയറ്റുമ്പോഴായിരുന്നു സംഘർഷവുമായി വന്നത്. ഇവർ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ ആംബുലൻസിൽ തന്നെയാണ് ഒടുവിൽ ആശുപത്രിയിൽ എത്തിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൊലക്കേസെടുക്കണം ഡിവൈഎഫ്ഐ. ആംബുലൻസ് തടഞ്ഞ് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. നാടിൻ്റെ അന്ത്യാഞ്ജലി. യൂത്ത് കോൺഗ്രസിൻ്റെ ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ബിനുവിന് നാടിൻ്റെ അന്ത്യാഞ്ജലി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞായർ പകൽ 12ഓടെയാണ് മൃതദേഹം വിതുര കല്ലൻകുടിയിലെ വീട്ടിലെത്തിച്ചത്. നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. മന്ത്രി ഒ കേളു വീട്ടിലെത്തി ബിനുവിൻ്റെ ഭാര്യ സൗമ്യയെയും അമ്മ വനജാക്ഷിയെയും മക്കളായ ആര്യ, അഭിഷേക് എന്നിവരെയും ആശ്വസിപ്പിച്ചു. വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി, മന്ത്രി വീണ ജോർജ്. ആംബുലൻസ് തടഞ്ഞവർക്കെതിരെ നടപടി, മന്ത്രി ഒ കേളു. ശശി തരൂരിന് കോൺഗ്രസ് പരിപാടികളിൽ വിലക്ക്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന് തിരുവനന്തപുരത്തെ പരിപാടികളിൽ വിലക്ക്. തരൂരിനെ പങ്കെടുപ്പിക്കില്ലെന്ന് കെ മുരളീധരനും തരൂരിന് കോൺഗ്രസ് രക്തമില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞു. മോദി സ്തുതി തുടരുന്ന ശശി തരൂരിനെ ഔദ്യോഗിക നേതൃത്വം തള്ളി പറഞ്ഞിട്ടില്ലെങ്കിലും മുരളീധരൻ്റെയും ഉണ്ണിത്താൻ്റെയും പ്രതികരണം പുതിയ വിവാദത്തിന് തുടക്കമിട്ടു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങാനിരിക്കെ തരൂർ എന്ത് നിലപാടെടുക്കുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. തരൂർ കഴിഞ്ഞ ദിവസം എറണാകുളത്തുണ്ടായിരുന്നെങ്കിലും കോൺഗ്രസിന്റെ പരിപാടികളിലേക്ക് വിളിച്ചിരുന്നില്ല. കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോഓപ്പറേഷൻ വാർഷികത്തിൽ പങ്കെടുക്കാനാണ് എറണാകുളത്തെത്തിയത്. ഈ ചടങ്ങിലും കോൺഗ്രസിനെ പരോക്ഷമായി തള്ളിപ്പറഞ്ഞു. ആദ്യത്തെ പരിഗണന രാജ്യത്തിനാണെന്നും പാർട്ടി പിന്നെയാണെന്നുമായിരുന്നു പ്രസംഗം. മറുപടിയായി ഡൽഹിയിലായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം തരൂരിൽ കോൺഗ്രസിന്റെ രക്തമില്ലെന്നാണ് പറഞ്ഞത്. കെ മുരളീധരൻ കുറെ കൂടി കടന്നു പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളയാളായി തരൂരിനെ കാണുന്നില്ല. അതിനാൽ തിരുവനന്തപുരത്തെ പാർട്ടി പരിപാടികളിലേക്ക് ക്ഷണിക്കില്ല. വിളിച്ചാലും ബഹിഷ്കരിക്കും, മുരളീധരൻ പറഞ്ഞു. എന്നാൽ നടപടിയെടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്ന് പറഞ്ഞതിലൂടെ നേതൃത്വം സംരക്ഷിക്കുന്നെന്ന ധ്വനിയും നൽകി. വർഷകാല സമ്മേളനത്തിൽ തരൂർ എടുക്കുന്ന നിലപാടുകൾ പ്രധാനമാകും. തൽക്കാലം പാർട്ടി വിപ്പ് ലംഘിക്കില്ല. എന്നാൽ സൂചനകളിലൂടെ മോദിക്ക് അനുകൂലമാകുമോ എന്ന ആശങ്ക നേതാക്കൾക്കുണ്ട്. കേസൊതുക്കാൻ കൈക്കൂലി വാങ്ങിയ ED ഉദ്യോഗസ്ഥനെ ഇന്ന് ചോദ്യം ചെയ്തേക്കും. കേസൊതുക്കാൻ കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയിൽ നിന്ന് ED ഏജന്റുമാർ കൈക്കൂലി വാങ്ങിയെന്ന കേസിലെ ഒന്നാം പ്രതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് തിങ്കളാഴ്ച ചോദ്യം ചെയ്യുമെന്ന് സൂചന. 10-ന് മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ 2 ആഴ്ചയ്ക്കകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി ഇദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരുന്നു. ED